നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യകണ്ണി ഫൈസൽ ഫരീദ് കാണാമറയത്ത് തുടരുന്നു. ദുബായിൽ ഒളിവിൽ കഴിയുന്നതായാണ് സൂചന. ഫൈസൽ ഫരീദിനായി അന്വേഷണം തുടർന്ന് NIAയും കസ്റ്റംസും. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഈ പാഴ്സൽ അവിടെ നിന്ന് അയച്ചത് ഫൈസൽ ഫരീദാണ്. അതായത് മുഖ്യകണ്ണിയായ ഫൈസൽ ഫരീദാണ് തിരുവനന്തപുരത്തേക്ക് പാഴ്സൽ അയച്ചത്. ഈ സംഭവം വിവാദമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ദുബായ് പോലീസ് ഫൈസൽ ഫരീദിനെ കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് വാർത്തകൾ പുറത്ത് വന്നത്. പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴിതാ ഫൈസൽ ഫരീദ് കാണാമറയത്ത് തുടരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ദുബായിൽ ഒളിവിൽ കഴിയുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. എന്താണ് വിശദാംശങ്ങൾ നിഷ? അനിൽ നമ്പ്യാർ, ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ്. ഇതിലെ മുഖ്യ കണ്ണിയാണ് തൃശൂർ സ്വദേശിയായ ഫൈസൽ ഫരീദ്. ഇയാൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം. ഇയാൾ ദുബായിൽ ഒളിവിൽ കഴിയുന്നു എന്ന ചെറിയ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കസ്റ്റംസും ഒപ്പം തന്നെ NIAയും ഫൈസൽ ഫരീദിനായി അന്വേഷണം തുടരുകയാണ്. ഫൈസൽ ഫരീദാണ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ദുബായിൽ നിന്നും സ്വർണം എത്തിച്ചത്. ഇയാളാണ് ഈ കേസിലെ മുഖ്യപ്രതി. NIAയും ദേശീയ അന്വേഷണ ഏജൻസിയും കസ്റ്റംസും ഒരേ സമയം തന്നെ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസിലും മുഖ്യപ്രതിയും ഫൈസൽ ഫരീദ് തന്നെയാണ്. ഇയാൾ ദുബായിൽ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് ഇയാളെ കണ്ടെത്താനായിട്ടില്ല. ഫൈസൽ ഫരീദ് ഒളിവിൽ കഴിയുന്നതോടുകൂടി ഈ കേസിലെ ഒരു അന്തിമ അന്വേഷണം പൂർത്തിയാക്കാൻ ഇരു അന്വേഷണ ഏജൻസികൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫൈസലിനെതിരെ NIAയും ഒപ്പം തന്നെ കസ്റ്റംസും കേസ് എടുത്തിരുന്നു. ഇയാൾ തൃശൂർ കയ്പമംഗലം സ്വദേശിയാണ്. ഇയാളുടെ വീട്ടിൽ അന്വേഷണ ഏജൻസികൾ പരിശോധനകൾ നടത്തിയിരുന്നു. 2 കേസുകളാണ് ഇയാളുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇയാൾ ദുബായിൽ വെച്ച് ഒരു തവണ പിടിയിലായത്. പിന്നീട് പിടിയിലായ ശേഷം ഇയാൾ അന്വേഷണ ഏജൻസികളുടെ പിടിയിലായിരുന്നു. പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തു. പിന്നീട് പുറത്തിറങ്ങിയ ശേഷം ഫൈസൽ ഫരീദ് എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണത്തിലാണ് അന്വേഷണ ഏജൻസികളെല്ലാം ഉള്ളത്. പിന്നീട് ഇയാളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും ലഭിച്ചിരുന്നില്ല. ഇയാളുടെ ഒരു കൂട്ടാളിയായ ഒരാളെ കൊച്ചിയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മാത്രമാണ് അന്വേഷണ ഏജൻസികൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഫൈസൽ ഫരീദിനായുള്ള അന്വേഷണം ഇപ്പോഴും കസ്റ്റംസും ദേശീയ അന്വേഷണ ഏജൻസിയും തുടരുകയാണ്. ഫൈസൽ ഫരീദിനെ കണ്ടുകിട്ടിയാൽ മാത്രമേ ഈ കേസിലെ അന്തിമ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയൂ. അനിൽ നമ്പ്യാർ. യെസ്.